ഹായ് ഫ്രണ്ട്സ്, എൻസൈക്ലോവിങ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ബാക്ടീരിയയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വൈറസും പ്രോട്ടോസോവയും അതുപോലെ തന്നെ ഫംഗസും ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ജീവിക്കുന്ന രാസവസ്തുക്കൾ എന്നറിയപ്പെടുന്നതാണ് വൈറസുകൾ. വൈറസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് വൈറസ് എന്ന വാക്കിൻ്റെ അർത്ഥം? വിഷം. അതുപോലെ വൈറസിന് വൈറസ് എന്ന പേര് നൽകിയത് ആര്? ബെഞ്ചറിക്. അടുത്തത്, വൈറസുകൾക്ക് കോശമോ കോശദ്രവ്യമോ മർമ്മമോ ഇല്ല. പ്രോട്ടീൻ കവചവും അതിനുള്ളിൽ ഒരു ജനിതക വസ്തുവും മാത്രമുള്ള ഒരു ലളിത ഘടനയാണ് വൈറസുകൾക്ക് ഉള്ളത്. ശരീരം സ്വയമായി ഉൽപ്പാദിപ്പിക്കുന്ന ആൻറ്റിബോഡികൾക്ക് മാത്രമേ വൈറസ് രോഗങ്ങൾ പ്രതിരോധിക്കാൻ കഴിയുകയുള്ളൂ. ആൻറ്റിബയോട്ടിക്കുകൾ ഇവയ്ക്കെന്താണ്? നിഷ്ഫലമാണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നിവ വൈറസ് നാശന ശേഷി ഉള്ളവയാണ്. വൈറസുകളെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? വൈറസുകളെ കണ്ടെത്തുന്നത് ദിമിത്രി ഇവാനോസ്കിയാണ്. വൈറസുകളെ കണ്ടെത്തുന്നത്. വൈറസുകൾ സാംക്രമികമാണെന്ന് കണ്ടെത്തിയതാരാണ്? വെഡ്ലൻഡ് സ്റ്റാൻലി. അടുത്തത്, ചില വൈറസുകൾ ബാക്ടീരിയകളെ വച്ച് വംശവർദ്ധനവ് നടത്തുന്നതാണ്. ആ സമയത്ത് ബാക്ടീരിയ നശിക്കും. ഇവയെ എന്ത് ചെയ്യാം? ബാക്ടീരിയ ഫോജികൾ എന്ന് പറയുന്നു. രോഗഹേതുവായ വൈറസ് കണിക ഏതാണ്? വിറോയിഡാണ് രോഗഹേതുവായ വൈറസ് കണിക എന്ന് പറയുന്നത്. വിറിയോണിൻ്റെ പ്രധാന ഭാഗം മാംസ്യാവരണമുള്ള ഒരു ന്യൂക്ലിക് ആസിഡ് ആണ്. വൈറസുകളെ നമുക്ക് പൊതുവായി എത്രയാണ് തരംതിരിച്ചിട്ടുള്ളത്? 2 തരത്തിലാണ് നമ്മൾ വൈറസുകളെ തരംതിരിച്ചിട്ടുള്ളത്. ഒന്ന് RNA വൈറസ്, 2 DNA വൈറസ്. ഹെപ്പറ്റൈറ്റിസ് എ വൈറസ്, HIV പോളിയോ വൈറസ് എന്നിവ ഏത് തരം വൈറസുകൾക്ക് ഉദാഹരണമാണ്? RNA വൈറസുകൾക്ക് ഉദാഹരണമാണ്. പോക്സ് വൈറസ്, ഹെർപിക്സ് വൈറസ് എന്നിവ DNA വൈറസുകളാണ്. ഹെപ്പറ്റൈറ്റിസ് എ വൈറസ്, HIV പോളിയോ വൈറസ് എന്നിവ ഏതൊക്കെ വൈറസിന് ഉദാഹരണമാണ്? RNA വൈറസിന് ഉദാഹരണമാണ്. പോക്സ് വൈറസ്, ഹെർപിക്സ് വൈറസ് എന്നിവ DNA വൈറസുകൾ ആണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് കുളമ്പ് രോഗത്തിന് കാരണമായ വൈറസ്. കുളമ്പ് രോഗത്തിന് കാരണമാകുന്ന താഴെ തന്നിരിക്കുന്നത് ഏതാണെന്ന് നമുക്ക് പണ്ടൊക്കെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. കുളമ്പ് രോഗത്തിന് കാരണമായ വൈറസ് ഇത് പിക്കോർണയാണ്. മനുഷ്യരെ മാത്രമല്ല സസ്യങ്ങളെയും ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മജീവികളെയും വൈറസ് എന്ത് ചെയ്യുന്നു? ബാധിക്കുന്നു. മനുഷ്യരെ മാത്രമല്ല വൈറസ് ബാധിക്കുന്നത്, സസ്യങ്ങളെയും ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മജീവികളെയും വൈറസ് എന്ത് ചെയ്യുന്നു? ബാധിക്കുന്നു. ബാക്ടീരിയ ആക്രമിക്കുന്ന വൈറസുകളാണ് ഏത്? ബാക്ടീരിയോ ഫേജുകൾ. അതുപോലെ തന്നെ വൈറസുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട വൈറസ് രോഗം ആണ് എയ്ഡ്സ് വൈറസ്. എയ്ഡ്സ് ബാധിതർക്കുള്ള ഐക്യദാർഢ്യത്തിൻ്റെ പ്രതീകം എന്ന് പറയുന്നത് നമ്മൾ പണ്ട് മുതലേ പഠിച്ചു വരുന്നതാണ്. എയ്ഡ്സ് ബാധിതർക്കുള്ള ഐക്യദാർഢ്യത്തിൻ്റെ പ്രതീകം എന്ന് പറയുന്നതാണ് ഏത്? റെഡ് റിബൺ. എയ്ഡ്സിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? അക്വയർഡ് ഇമ്മ്യൂണിയ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നാണ് എയ്ഡ്സിൻ്റെ പൂർണ്ണമായ രൂപം. ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി നശിപ്പിക്കുന്ന അസുഖമാണ് ഇത് എയ്ഡ്സ് എന്ന് പറയുന്നത്. HIV വിഭാഗത്തിൽപ്പെട്ട വൈറസുകളാണ് ഇത് രോഗകാരിയായിട്ട് ഉള്ളത്. HIV വൈറസ് ആദ്യമായി തിരിച്ചറിഞ്ഞത് ആരാണ്? ലൂക്ക് മൊണ്ടൈനറാണ് HIV വൈറസുകളെ ആദ്യമായി തിരിച്ചറിയുന്നത്. അതുപോലെ ശരീരദ്രവങ്ങളിലൂടെയും സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം, അണുവിമുക്തമാക്കാത്ത സൂചികൾ, രക്തനിവേശം മാതാവിൽ നിന്ന് ഗർഭാവസ്ഥ ശിശുവിലേക്ക് എന്നിങ്ങനെയെല്ലാം എന്ത് ചെയ്യും? എയ്ഡ്സ് രോഗം പകരുന്നു. HIV ശരീരത്തെ ലിംബോസൈറ്റുകളെ നശിപ്പിക്കുന്നു, പ്രതിരോധശേഷി ഇല്ലാതാക്കുന്നു. ഇതൊക്കെ മറ്റൊരു പ്രശ്നങ്ങളാണ്. HIV ഒരു റെട്രോ വൈറസ് ആണ്. എന്ന് വെച്ചാൽ എന്താണ്? RNA വൈറസിന് ഉദാഹരണമാണ് ഏത്? HIV എന്ന് നമുക്ക് മനസ്സിലാക്കാം. എയ്ഡ്സ് തിരിച്ചറിയാനായി നടത്തുന്ന പ്രാഥമിക പരിശോധനയാണ് ഏത്? എലീസ ടെസ്റ്റ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഏത്? എയ്ഡ്സ് തിരിച്ചറിയാനായി നടത്തുന്ന പ്രാഥമിക പരിശോധന ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? എലീസ ടെസ്റ്റ്. എയ്ഡ്സ് സ്ഥിരീകരിക്കാനായി നടത്തുന്നത് ഏതാണ്? വെസ്റ്റേൺ ബോട്ട് ടെസ്റ്റാണ്. എയ്ഡ്സ് സ്ഥിരീകരിക്കാൻ നടത്തുന്നത് വെസ്റ്റേൺ ബോട്ട് ടെസ്റ്റും അതുപോലെ തന്നെ പ്രാഥമിക പരിശോധന എന്ന് പറയുന്നത് ഏതാണ്? എലീസ ടെസ്റ്റും ആണ്.
എയ്ഡ്സ് രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? അമേരിക്കയാണ്. 1981 ജൂൺ മാസം 5-ാം തീയതിയാണ് 1981 അമേരിക്കയിലാണ് ഇത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത് എവിടെയാണ്? ചെന്നൈ. 1986 ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. കേരളത്തിൽ എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്ത ജില്ല എവിടെയാണ്? പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിലാണ് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. തിരഞ്ഞെടുത്ത സർക്കാർ ആശുപത്രികളിലൂടെ എയ്ഡ്സ് രോഗികൾക്കുള്ള ചികിത്സ നൽകുന്ന പരിപാടിയാണ് ART. അപ്പോൾ തിരഞ്ഞെടുത്ത സർക്കാർ ആശുപത്രികളിലെ എയ്ഡ്സ് രോഗികൾക്ക് ചികിത്സ നൽകുന്ന പരിപാടി ഏതാണ്? ART. അടുത്തത്, ലോകത്ത് ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികളുള്ള രാജ്യം എവിടെയാണ്? ദക്ഷിണാഫ്രിക്കയാണ്. അപ്പം ലോകത്ത് ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികൾ ഉള്ള രാജ്യം ഏതാണ്? ദക്ഷിണാഫ്രിക്ക ആണ്. ഇനി മറ്റൊരു വൈറസ് നമുക്ക് നോക്കാം. അടുത്തിടെ വന്ന വൈറസാണ് ഇത് നിപ്പ വൈറസ്. നിപ്പ വൈറസ് രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്ത് എവിടെയാണ്? മലേഷ്യയിലാണ് റിപ്പോർട്ട് ചെയ്തത്. മലേഷ്യയിലെ കമ്പൂങ് സുനഗായിലാണ് എന്ന ഗ്രാമത്തിലാണ് എന്ത് ചെയ്തത്? നിപ്പ വൈറസ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത്. ഈ ഗ്രാമത്തിലെ പുഴയുടെ പേരാണ് നിപ്പ. അപ്പോൾ ഈ ഗ്രാമത്തിലെ പുഴയുടെ പേരാണ് ഇത് നിപ്പ. നിപ്പ വൈറസ് ആദ്യമായി കണ്ടെത്തിയത് ആരാണ്? ഡോക്ടർ ലാംസായ് കിറ്റാണ് ആദ്യമായിട്ട് നിപ്പ വൈറസ് കണ്ടെത്തുന്നത്. ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട എവിടെയാണ്? ബംഗാളിലെ സിലിഗുരിയിലാണ് 2001 ഈ രോഗം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം നിപ രോഗികളുടെ പരിചരണത്തിനിടയിൽ വൈറസ് ബാധയായിട്ട് മരണപ്പെട്ട ആരോഗ്യ പ്രവർത്തകയാണ് ആര്? സിസ്റ്റർ സിനി പുതുശ്ശേരി. അപ്പം ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്ത വൈറസുകളിൽ ഒന്നാണ് നിപ്പ വൈറസ് എന്നും അവരുടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതെല്ലാം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കണം. അടുത്ത നമ്മൾ നോക്കുന്ന ഏതാണ്? അടുത്ത റിപ്പോർട്ട് ചെയ്ത മറ്റൊരു വൈറസാണ് ഇത് COVID-19 വൈറസ്. COVID-19 പരീക്ഷയ്ക്കൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇപ്പം പറയാൻ പോകുന്നത്. കിരീടം അല്ലെങ്കിൽ പ്രഭാവലയം എന്ന കൊറോണ വാക്കിൻ്റെ അർത്ഥം. അപ്പം കൊറോണ വാക്കിൻ്റെ അർത്ഥം എന്താണ്? കിരീടം എന്നാണ്. COVID-19 വകഭേദമാണ് ഇത്. കോവിഡിൻ്റെ വൈറസിൻ്റെ വകഭേദമാണ് ഇത് COVID-19 എന്ന് നമുക്ക് മനസ്സിലാക്കാം. COVID-19 പ്രധാനമായും ബാധിക്കുന്ന എവിടെയാണ്? ശ്വാസകോശത്തെയാണ് എന്ത് ചെയ്യുന്നത്? പ്രധാനമായിട്ടും ബാധിക്കുന്നത്. അപ്പോൾ 2019 ഡിസംബർ 31 COVID-19 എന്ത് ചെയ്തത്? റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും. അപ്പോൾ COVID-19 കണ്ടുപിടിച്ച വ്യക്തി ആരാണ്? ഡോക്ടർ ലിവൻ ലിയാങ് ആണ് COVID-19 കണ്ടെത്തുന്നത്. അതുപോലെ COVID-19 രണ്ടാമതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യം തായ്ലൻഡാണ്. ഗൾഫ് രാജ്യങ്ങളിൽ കൊറോണ ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത് എവിടെയാണ്? ബഹ്റിനാണ്. ബഹ്റിൻ. അപ്പോൾ കൊറോണ പകർച്ചവ്യാധികളെ തടയുക എന്ന ലക്ഷ്യത്തോടെ കേരള ആരോഗ്യവകുപ്പ് നടപ്പിലാക്കിയ ബോധവൽക്കരണ പരിപാടി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ബ്രേക്ക് ദ ചെയിൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ പ്രധാനപ്പെട്ട വൈറസുകൾ നമുക്ക് നോക്കാം. വൈറസ് രോഗവും അതിൻ്റെ രോഗകാരികളും നമുക്ക് നോക്കാം. എയ്ഡ്സിന് കാരണമായ രോഗകാരി ഏതാണ്? എയ്ഡ്സ് രോഗം ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസാണ്. വസൂരി സ്മാൾ പോക്സിന് കാരണം ആയ രോഗകാരി ഏതാണ്? വിരിയോള വൈറസാണ്. പോളിയോ മൈലിറ്റിക്സ് ഏതാണ്? പോളിയോ വൈറസാണ്. അതുപോലെ തന്നെ പേവിഷബാധ ചോദിച്ചിട്ടുള്ളതാണ്. റാബിക്സ് വാക്സിനാണ്. റാബിക്സ് വൈറസാണ്. കാരണം റാബിക്സ് വാക്സിൻ നമ്മൾ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി എടുക്കുന്നതാണ്. റാബിക്സ് വൈറസാണ് രോഗകാരിയായ വൈറസ്. പക്ഷിപ്പനി ആകുമ്പോൾ ഏതാണ്? H5N1 ആണ്. പന്നിപ്പനിയാണ് H1N1 ആണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ സാധ്യതയുണ്ട്. പക്ഷിപ്പനിക്ക് കാരണമായ വൈറസ് H5N1 ഒന്ന് ആകുമ്പോൾ 4 കാലുള്ള പന്നി ഓർത്താൽ മതി. H1N1. അടുത്തത് ഇൻഫ്ലുവൻസ എ വൈറസാണ് രോഗകാരിയായിട്ടുള്ളത്. അതുപോലെ തന്നെ ചിക്കൻ ബോക്സ് ആണെങ്കിൽ ഏതാണ്? വാരിസെല്ല സോസ്റ്ററാണ്. ജലദോഷം കാരണമായ വൈറസ് ഏതാണ്? റൈനോ വൈറസാണ്. മുണ്ടിനീരാണെങ്കിൽ ഏതാണ്? പാരമിക്സോ വൈറസാണ്. ഡെങ്കിപ്പനി ആണെങ്കിൽ ഫ്ലാവി വൈറസ് ആർബോ വൈറസാണ്. സാർസിന് കാരണമായ രോഗകാരിയായ വൈറസ് ഏതാണ്? കൊറോണ വൈറസാണ്. ജപ്പാൻ ജ്വരം ഏതാണ്? ഫ്ലാവി വൈറസാണ്. എബോള സയറബോള വൈറസാണ്. അരിമ്പാറയ്ക്ക് കാരണം ചോദിച്ചിട്ടുള്ളതാണ്. അരിമ്പാറയ്ക്ക് കാരണം ഏത് വൈറസാണോ ബാക്ടീരിയ ആണോ എന്ന് നമുക്ക് കൺഫ്യൂഷൻ വരത്തക്ക രീതിയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. കാരണം ഏതാണ്? വൈറസാണ്. ഏത് വൈറസാണ്? ഹ്യൂമൻ പാപ്പിലോമ വൈറസാണ്. അടുത്തത് നമ്മൾ പ്രീവിയസ് ആയിട്ട് 10th ലെവലിലൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് പറയാൻ പോകുന്നത്.
ചുവടെ തന്നിരിക്കുന്നതിൽ ഏതാണ് വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ? വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? നിപ്പയും എയ്ഡ്സും ആണ് വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ നോക്കണം പ്രോട്ടോസോവയുമായി ബന്ധപ്പെട്ട ഒരു സെക്ഷനാണ്. അമീബ, പാരമീസിൻ തുടങ്ങിയ ഏകകോശ ജീവികളെയാണ് പൊതുവെ പ്രോട്ടോസോവ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മലമ്പനി, വയറുകടി, അമീബിയാസിസ്, അതുപോലെ തന്നെ കാല അസർ, ആഫ്രിക്കൻ ഉറക്ക രോഗം എന്നിവ പ്രോട്ടോസോവ രോഗങ്ങൾക്ക് ഉദാഹരണം ആണ്. അമീബിയാസിസ് പരത്തുന്നത് എൻഡമീബോ ഹിസ്റ്റോളജിക്ക എന്ന പ്രോട്ടോസോവയാണ്. അതുപോലെ തന്നെ കാലാസറിന് കാരണമാവുന്നതും പ്രോട്ടോസോവ. ഏത് പ്രോട്ടോസോവയെന്ന് ചോദിച്ചാൽ ഇതാണ് ലേഷ്മേനിയ ഡൊണോവാനയാണ് അതിന് കാരണമാവുന്നത്. അതുപോലെ തന്നെ പ്രോട്ടോസോവ രോഗങ്ങൾക്ക് ഉദാഹരണമായി നമ്മൾ പറയുന്നത് ഒന്ന് മന്താണ്. കേരളത്തിലുണ്ടാകുന്ന ഒരു പ്രാദേശിക രോഗമാണ് ഏത്? മന്ത്. രോഗകാരി വ്യുച്ചറേറിയ ബ്രാൻഡ്രോഫ്റ്റിയാണ് എന്ന ഫൈലേറിയൻ വിരയാണ് ഇതിൻ്റെ രോഗകാരി. ക്യൂലെക്സ് പെൺകൊതുകുകളാണ് മന്ത് പൊതുവെ പരത്തുന്നത്. മന്ത് രോഗനിർണയം നടത്തുന്നത് എപ്പോഴാണ്? രാത്രിയിലാണ് മന്ത് രോഗം നിർണയം നടത്തുന്നത്. അതുപോലെ ഈ മന്ത് രോഗത്തിൻ്റെ പ്രതിവിധിയായ ഔഷധം എന്ന് പറയുന്നത് ഏതാണ്? ഡൈഈഥൈൽ കാർബാമൈസിൽ സിട്രേറ്റ് ആണ് ഇതിൻ്റെ രോഗവിമുക്തി നേടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഔഷധം എന്ന് പറയുന്നത്. അടുത്തത് മലമ്പനിയാണ്. മലേറിയ എന്ന പേരിൽ അറിയപ്പെടും. അനോഫിലസ് പെൺകൊതുകുകളാണ് മലേറിയ പരത്തുന്നത്. അപ്പം മലേറിയയ്ക്ക് കാരണം ഏതാണ്? അനോഫിലസ് പെൺകൊതുകുകളാണ് മലമ്പനി പടർത്തുന്നത്. ലോകത്തിൽ ആദ്യ മലമ്പനി പ്രതിരോധ വാക്സിൻ ഏതാണ്? RTS ആണ്. മലേറിയ ദിനമായിട്ട് ആചരിക്കുന്നത് എപ്പോഴാണ്? ലോക മലേറിയ ദിനം ഏപ്രിൽ മാസം 25-നാണ് ലോക മലേറിയ ദിനമായിട്ട് ആചരിച്ച് വരുന്നത്. ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? മലമ്പനിയാണ്. അപ്പം മലമ്പനി അറിയപ്പെടുന്ന മറ്റൊരു പേര് ഏതാണ്? ബ്ലാക്ക് വാട്ടർ ഫീവർ എന്ന പേരിൽ അറിയപ്പെടുന്നു. മലമ്പനി പിടിക്കപ്പെട്ട് മരിച്ച ലോകപ്രശസ്തനായ ചക്രവർത്തി ആരാണ്? അലക്സാണ്ടർ ആണ്. അതുപോലെ തന്നെ മലമ്പനിക്ക് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ഏതാണ്? അനോഫിലസ് കൊതുകുകളാണ്. കണ്ടെത്തിയതാരാണത്? റൊണാൾഡ് റോസ് ആണ് ഇത് അനോഫിലസ് കൊതുകുകളെ കണ്ടെത്തിയതാരാണ്? റൊണാൾഡ് റോസ് ആണ് കണ്ടെത്തുന്നത്. കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേരെന്താണ്? സുകൃതമാണ്. പ്രീവിയസ് ആയിട്ട് യൂണിവേഴ്സിറ്റി LGSന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേരാണ് ഇത് സുകൃതം. മനസ്സിലാക്കി വയ്ക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. അടുത്ത നമ്മൾ നോക്കുന്ന ഫംഗസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഹരിതകമില്ലാത്ത സൂക്ഷ്മജീവിയാണ് ഏത്? ഫംഗസുകൾ. അപ്പം ഫംഗസുകളുടെ സവിശേഷത എന്താണ്? ഹരിതകമില്ലാത്ത സൂക്ഷ്മജീവികളാണ് ഏത്? ഫംഗസുകൾ. ഭക്ഷ്യവസ്തുക്കളിൽ വളരുന്ന അപകടകാരിയായ ഫംഗസ് ഏതാണ്? അസ്പർജില്ലസ് ആണ്. അപ്പം ഭക്ഷ്യ വസ്തുക്കളിൽ വളരുന്ന അപകടകാരിയായ ഫംഗസാണ് ഏത്? അസ്പർജില്ലസ്. ഈ ഫംഗസ് ഉണ്ടാകുന്ന വിഷവസ്തു ഏതാണ്? അഫ്ലോടോക്സിനാണ്. കൂണുകൾ ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? ഫംഗസ് വിഭാഗത്തിലാണ് പെടുന്നത്. പച്ചക്കറികളുടെ ഇറച്ചി എന്നറിയപ്പെടുന്നത് ഏതാണ്? കൂണാണ്. കൂണുകൾ നമ്മൾ ഭക്ഷ്യ വിഭവമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ദേവതകളുടെ ആഹാരമെന്ന് റോമക്കാർ വിളിച്ചത് ഏതിനെയാണ്? ഫംഗസ് വിഭാഗത്തിൽപ്പെടുന്ന കൂണിനെയാണ് അപ്രകാരം വിളിച്ചത്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് രോഗങ്ങൾ നോക്കാം. അത്ലറ്റ്സ് ഫുഡ് രോഗകാരിയായ രോഗാണു ഏതാണ്? ടൈക്കോഫൈറ്റൺ ആണ്. അതുപോലെ തന്നെ റിംഗ് വേവ് മൈക്രോസ്പോറമാണ് രോഗാണുകാരി. അടുത്ത മറ്റൊരു ഫംഗസ് രോഗമാണ് ഏത്? കാൻഡിഡ ആൽബിക്കൻസ് ആണ് ഇതിൻ്റെ രോഗാണുവിൻ്റെ പേരാണ്. രോഗം ഏതാണ്? കാൻഡിഡിയാസിസ്. രോഗാണു ആയി വരുന്നതിന് ഏതാണ് ഇതിൻ്റെ രോഗാണു? കാൻഡിഡ ആൽബിക്കൻസ് ആണ്. അതുപോലെ തന്നെ കൊതുക് പരത്തുന്ന കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് നോക്കാൻ വേണമെങ്കിൽ കൊതുക് പരത്തുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ജപ്പാൻ ജ്വരം, മന്ത്, ക്യുലസ് കൊതുകാണ് ഇത് രണ്ടും പരത്തുന്നത്.
അതുപോലെ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, യെല്ലോ ഫീവർ ഇത് പടർത്തുന്ന ഏത് കൊതുകാണ്? ഈഡീസ് കൊതുകുകളാണ്. അപ്പം ക്യൂലക്സ് കൊതുകുകൾ മന്ത് ജപ്പാൻ ജ്വരം, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, യെല്ലോ ഫീവർ ഇതൊക്കെ ഈഡിക്സ് കൊതുകുകളാണ് പരത്തുന്നത്. അതുപോലെ തന്നെ മലമ്പനി കാരണമാകുന്നത് അനോഫിലസ് കൊതുകുകളാണ് മലമ്പനിക്ക് കാരണമാവുന്നത്. അതുപോലെ തന്നെ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ നമ്മൾ പറഞ്ഞതാണ്. ജലദോഷം, വസൂരി, വില്ലൻ ചുമ, മുണ്ടിനീര്, ന്യൂമോണിയ, ചിക്കൻ ബോക്സ്, മീസിൽസ്, ക്ഷയം, ഇൻഫ്ലുവൻസ, ആന്ത്രാക്സ്, സാർസ്, ഡിഫ്തീരിയ ഇതെല്ലാം വായുവിലൂടെ പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണമാണ്. ജലത്തിലൂടെ പകരുന്ന രോഗത്തിന് ഉദാഹരണം ഏതൊക്കെയാണ്? കോളറ, ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ്, എലിപ്പനി, വയറുകടി, പോളിയോ മൈലറ്റിസ് ഇതൊക്കെ ജലത്തിലൂടെ പകരുന്നതാണ്. ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്നവ ഏതൊക്കെയാണ്? ഗൊണോറിയ, സിഫിലിസ്, ഹെപ്പറ്റൈറ്റിസ് ബി, എയ്ഡ്സ്, ക്ലാമിഡിയാസിസ് ഇതൊക്കെ ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണമാണ്. ഏത് വിറ്റാമിൻ്റെ അഭാവം മൂലമാണ് പിള്ളവാതം ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ ഏത് വൈറ്റമിനാണ്? വൈറ്റമിൻ ഡി ആണ് പിള്ളവാതം. ഇപ്പോൾ പിള്ളവാതം ABCD എന്ന് ഓർത്ത് വയ്ക്കുക. പിള്ളവാതം. അടുത്തത് വൈഡൽ പരിശോധന എന്ത് രോഗകാരിയെ തിരിച്ചറിയാൻ വേണ്ടിയാണ് നടത്തുന്നത്? എന്ത് രോഗകാരിയെ തിരിച്ചറിയാനാണ് വൈഡൽ ടെസ്റ്റ് നടത്തുന്നത്? ഏതാണ്? സാൽമണല്ലോ ടൈഫിയാണ്. ടൈഫോയിഡ് വൈറസിന് ടൈഫോയിഡ് രോഗത്തിന് വേണ്ടിയുള്ളതാണ്. ഏത് രോഗകാരി എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാണ്? സാൽമണല്ലോ ടൈഫിയാണ്. വൈഡൽ ടെസ്റ്റ് പ്രധാനമായി ഏത് രോഗമാണെന്ന് ചോദിച്ചാൽ ഏത് രോഗമാണ്? വൈഡൽ, ടൈഫോയിഡ്. ഡായുണ്ട് അങ്ങനെ നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. അടുത്തത് ജലജന്യ രോഗമായ ഡയറിയയ്ക്ക് കാരണമാകുന്ന രോഗാണു ഏതാണ്? ബാക്ടീരിയ. അപ്പം ജലജന്യ രോഗമായ ഡയറിയയ്ക്ക് കാരണമാകുന്ന രോഗാണു ഏതാണ്? ബാക്ടീരിയയാണ്. കൊതുക് നശീകരണത്തിലൂടെ പ്രതിരോധം കഴിയുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? മഞ്ഞപ്പിത്തം, മന്ത്, മീസൽസ്, മലമ്പനി ഇതിൽ ഏതൊക്കെയാണ് ശരി? പ്രതിരോധിക്കാൻ കഴിയുന്നവ 2ഉം 4ഉമാണ്. മന്തും മലമ്പനിയാണ് കൊതുക് നശീകരണ പ്രവർത്തനത്തിലൂടെ നമുക്ക് തടയാൻ കഴിയുന്നത്. അടുത്തത് ജീവകം B12, ജീവകം B9 എന്നിവയുടെ അഭാവം മൂലം മനുഷ്യ ശരീരത്തിൽ എണ്ണത്തിൽ കുറച്ചും എന്നാൽ വളരെ വലിപ്പം കൂടിയതുമായ ചുവന്ന രക്താണു രൂപപ്പെടുന്നത്. വിളർച്ചയുടെ ഏതവസ്ഥ ഉണ്ടാകുന്നു? ഈ രോഗാണുവസ്ഥയുടെ നാമം എന്താണ്? മെഗലോബ്ലാസ്റ്റിക് അനീമിയാണ് ഇവിടെ പറഞ്ഞ ഈ രോഗാവസ്ഥയുടെ നാമം എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് നോക്കാം. മലേറിയ രോഗകാരിയായ പ്ലാസ്മോഡിയം മനുഷ്യരിൽ പ്രവേശിച്ച ശേഷം ആദ്യം ഡേഷ് കോശത്തിലെത്തി പ്രത്യുൽപാദനം നടത്തുകയും പിന്നീട് ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ദേശ് കോശങ്ങളാണെന്നാണ് ചോദ്യം. ശരീരത്തിൽ പ്രവേശിച്ച ശേഷം ആദ്യം എവിടെയാണ് എത്തുന്നത്? കരളിലാണ് മലേറിയ രോഗകാരിയായ പ്ലാസ്മോഡിയം എത്തുന്നത്. എവിടെയാണ്? കരളിലാണ്. അടുത്ത താഴെ പറയുന്ന ഏത് മാർഗത്തിലൂടെ എയ്ഡ്സ് രോഗം എന്ത് ചെയ്യുന്നില്ല? പകരുന്നില്ല? നമുക്ക് നോക്കാം. ലൈംഗിക ബന്ധത്തിലൂടെ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക്, കൊതുക്, ഈച്ച തുടങ്ങിയ ജീവികളിലൂടെ, സിറിഞ്ച്, സൂചി എന്നിവയിലൂടെ. ഇതിൽ പകരുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതാണ് കൊതുക്, ഈച്ച തുടങ്ങിയ ജീവികളിലൂടെ പകരുന്നില്ല. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗം. വൈറസ് ഹ്യൂമൻ HIV അതിൽ തന്നെ ഉണ്ട്. ഏതാണ്? ഫസ്റ്റത്തെയാണ്. ഏത്? എയ്ഡ്സ് ആണ്. കാൽവിരലുകൾക്കിടയിലും പാദങ്ങളിലും ചൊറിച്ചിലുണ്ടാകുന്ന അത്ലറ്റ്സ് ഫൂട്ട് എന്നറിയപ്പെടുന്ന രോഗത്തിന് കാരണമായ സൂക്ഷ്മ ജീവി ഏത്? ഫംഗസ് ആണ്. അടുത്തത് ക്ഷയരോഗബാധ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിൻ ഏതാണ്? BCG വാക്സിനാണ്. അപ്പം ക്ഷയരോഗബാധ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിൻ ഏതാണ്? BCG വാക്സിൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് തുടർന്നും വിജ്ഞാനപരമാവാം അതുപോലെ തന്നെ ആനുകാലിക വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണും വരെ ഗുഡ് ബൈ.